Okay, so now we are starting with module 2, that is privacy policies. Okay, so this will be the part 1 of this one. So let's start with the privacy policy first. So, introduction to data privacy, history of privacy. So these are the content in this chapter. I'm skipping the small part. We will start with the chapter 1. Okay. So history of privacy പറയുന്നത് അതിൽ ആദ്യത്തെന്ന് പറയുന്നത് ഏർലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈവസി. മുമ്പ് കാലങ്ങളിൽ എങ്ങനെയാണ് പ്രൈവസിനെ പറ്റി മനസ്സിലാക്കിയിരുന്നത്. In early society, privacy was understood mainly as physical and personal privacy. രണ്ട് തരത്തിലാണ്, ഫിസിക്കലും പേഴ്സണലായിട്ട്. It focused on protecting an individual's personal space, family space and private communication. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ സ്പേസ്, ഫാമിലി ലൈഫ്, പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ എടുത്തു വെക്കാനുള്ളതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് അത് മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. ഇൻഫർമേഷൻ ഷെയർ വാസ് ലിമിറ്റഡ്. ഇതിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുള്ളത് ലിമിറ്റഡ് ആയിരുന്നു. ആൻഡ് മോസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈവസി അറ്റ് സ്റ്റേജ് ഇൻക്ലൂഡ് അതായത് പേഴ്സണൽ സ്പേസ്, വീട്ടിൽ ഫാമിലി മാറ്റേഴ്സ്, അതേപോലെ തന്നെ പ്രൈവറ്റ് കോൺവെർസേഷൻസ്, അതേപോലെ തന്നെ ലെറ്റേഴ്സ്, ഇതൊക്കെയായിരുന്നു ആ സമയത്ത് കൺസേൺസ് എന്ന് പറയുന്നത്. ഇതിൽ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കര റെയറായിരുന്നു. ചെറിയ സോഷ്യൽ ഗ്രൂപ്പ്സിൽ മാത്രമായിരുന്നു ഇത് ലിമിറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. When it came to 19th century ഒക്കെ ആയപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ന്യൂസ് പേപ്പറിൻ്റെ തുടക്കമാണ്, ന്യൂസ് പേപ്പർ ഫോട്ടോഗ്രാഫി ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ പ്രൈവറ്റ് ലൈഫ്സ് എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക്കലി മനസ്സിലാവാൻ തുടങ്ങി. ഇതെന്ന് പറയുന്നത് എന്താണ്, പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ മിസ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന് കാരണമായിട്ട് എന്താണ്, പ്രൈവസി എന്ന് പറയുന്നത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി, ലീഗൽ കൺസെപ്റ്റായിട്ട് തുടങ്ങാൻ തുടങ്ങി. In 1890, Samuel Warren and Louis Brandeis introduced privacy as ഇവർ രണ്ടുപേരും ഇങ്ങനെ പ്രൈവസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ബി ലെറ്റ് ഇൻ. ഓക്കെ, ഒറ്റയ്ക്കാവാനുള്ള റൈറ്റ് ആയിട്ട് ആണ് ഇവരിതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ദിസ് സ്റ്റേജ് മാർക്ക്ഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസിഷൻ. പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്, കുറേ കൂടി ലീഗലും മോറലും ആവാൻ തുടങ്ങി. പ്രൊട്ടക്ഷൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷനും അതേപോലെ റെപ്യൂട്ടേഷനൊക്കെ എക്സ്റ്റൻഷനായിട്ട് വരാൻ തുടങ്ങി. അടുത്തതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഏജാണ്. കമ്പ്യൂട്ടർ ഏജിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലാർജ് സ്കെയിൽ സ്റ്റോറേജ് പേഴ്സണൽ ഡേറ്റ ഗവൺമെൻറ്റിന് എടുത്തു വെക്കാനും ഒക്കെ പറ്റാൻ തുടങ്ങി. ഓക്കെ, ഗവൺമെൻറ്റിനും ഓർഗനൈസേഷനും. സോ എന്താണ്, ഡിജിറ്റൽ ഡേറ്റാ ബേസിൽ ഡേറ്റ കളക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ എളുപ്പമായി തുടങ്ങി. ഇതിൻ്റെ കീ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡേറ്റ സ്റ്റോറേജും ഗവൺമെൻറ് ഓർഗനൈസേഷൻസിനും സർവെയിലൻസും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഡേറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ വരാൻ തുടങ്ങി. പ്രൈവസി ഫിസിക്കൽ പ്രൊട്ടക്ഷനിൽ നിന്ന് ഇൻഫർമേഷണൽ പ്രൊട്ടക്ഷനിലേക്ക് മാറാൻ തുടങ്ങി. ഈ ഷിഫ്റ്റ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഏർലി ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഇംപ്ലിമെൻ്റ് ആവാൻ തുടങ്ങിയത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, ഇതിന് ശേഷമാണ് എന്ത് വന്നത്, ഒരു 1990s to 2000, അതായത് ഏർലി ഇൻ്റർനെറ്റ് ഇവ പറയില്ലേ ആ സമയം. വൈഡ് സ്പ്രെഡ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രൈവസി കൺസേൺസ് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് പീപ്പിൾസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഇമെയിൽസ്, സോഷ്യൽ മീഡിയ, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ. മേജറായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാക്കിങ്, അതേപോലെ തന്നെ ഡിജിറ്റൽ യൂസേഴ്സിൻ്റെ ക്രിയേഷൻ, അതേപോലെ തന്നെ ഡേറ്റ ഷെയറിങ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. പ്രൈവസി വാസ് നോ ലോങ്ങർ ജസ്റ്റ് അബൌട്ട് ഡേറ്റ കളക്ഷൻ. ഇതെന്ന് പറയുന്നത് ഡേറ്റ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ഇൻ്റർനെറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവാൻ തുടങ്ങി. ഓക്കെ, അതിനുശേഷമാണ് എന്താണ് പ്രൈവസി ഇൻ modern technologies like smartphones, social media, cloud computing, AI and IoT have created complex privacy challenges. Complex ആയിട്ടുള്ള privacy challenges കൊണ്ടുവരാൻ തുടങ്ങി. ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി കളക്ട് ചെയ്യും, ചില സമയങ്ങളിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ബിഹേവിയർ ട്രാക്കിങ്ങും പ്രൊഫൈലിങ്ങും നടക്കുന്നുണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ട് AI ആയിട്ട് ടേക്കിംഗ് ഡിസിഷൻസ്, അതേപോലെ തന്നെ
സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. പ്രൈവസി എന്ന് പറയുന്നത് കുറേയും കൂടിയും ഇന്ന് കൺട്രോൾഡും അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, എത്തിക്കൽ ഡേറ്റ യൂസ് ഒക്കെ എംഫാസിസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പ്രൈവസി ഇപ്പോൾ ഉള്ളത്. സോ ഇതിൽ എവല്യൂഷൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ ടൈം പ്രൈവസി എന്ന് പറയുന്നത് ഇവോൾവ് ആവുകയാണ് ചെയ്തത്. ആഫ്റ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ഫിസിക്കൽ സ്പേസ്, ആദ്യം എന്താണ് ഫിസിക്കൽ സ്പേസ് ആണ് പ്രൊട്ടക്ട് ചെയ്തിരുന്നത്, പിന്നെ എന്താണ് പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി, പിന്നെ എന്താണ് ഡേറ്റ ഐഡൻറ്റിറ്റിയും ഡേറ്റ യൂസേജും കൺട്രോൾ വരാൻ തുടങ്ങി. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൺസെപ്റ്റിലെ പ്രൈവസിയുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ അതേപോലെ തന്നെ പേഴ്സണൽ സ്പേസ്, ഈ ഡിജിറ്റൽ ഡേറ്റ നമ്മുടെ ഈ സംഭവത്തിൽ പ്രൊട്ടക്ഷൻ വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിജിറ്റൽ എറയിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ആയിക്കോട്ടെ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. പ്രൈവസി ഇസ് നോട്ട് എ സിംപിൾ കൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിഗ്രീസും ഡയമെൻഷനും ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് ആയിക്കോട്ടെ ഒക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈവസി പ്രൊട്ടക്ഷൻസ് ആണ്. അതേപോലെ തന്നെ വൺ ഡിഗ്രി ഓഫ് പ്രൈവസി പ്രൊട്ടക്ഷൻ മറ്റൊരു ഡിഗ്രീനെ എഫക്റ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ കേസസ് ഉണ്ടാവാം, റൈറ്റ്? സോ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രൈവസി. പേഴ്സണൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രൈവസി. പേഴ്സണൽ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെ ബോഡി, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, പേഴ്സണൽ സ്പേസ് ഒക്കെയാണ് ഫിസിക്കലായിട്ടുള്ളതിന്. ഓക്കെ, it ensures that no one can intrude into personal physical self without permission. ഈ ഡിഗ്രി ഓഫ് പ്രൈവസിയിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ബയോമെട്രിക്സ് ലൈക്ക് ഫിംഗർ പ്രിൻറ്റ്, ഐറിസ്, ഫേഷ്യൽ, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ്, ഫിസിക്കൽ ഹെൽത്ത് ഡേറ്റ ഇതൊക്കെയാണ് ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഫേഷ്യൽ ഡേറ്റ വയലേഷൻസും നമ്മുടെ പ്രൈവസി എഫക്റ്റീവ് അല്ലേ? ഒരിക്കൽ ബയോമെട്രിക്സ് ഡേറ്റ എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്. ലൈക്ക് ഈ പാസ്വേഡും മറ്റേ മരുത്തി കാര്യങ്ങളെ പോലെ മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല മുഖത്തിൻ്റെ കാര്യങ്ങൾ, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് എന്താ ഇൻഫർമേഷൻ പ്രൈവസിയാണ്. അതായത് ഇൻഫർമേഷണൽ പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ റൈറ്റ്സ്, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഫോം ആയിക്കോട്ടെ ഡിജിറ്റൽ ഫോം ആയിക്കോട്ടെ, ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ആർക്ക് ഡേറ്റ കളക്ട് ചെയ്യാം, ആക്സസ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെ ഡേറ്റ വേണം? നമ്മുടെ നെയിം, അഡ്രസ്സ്, ഫോണ്, ബാങ്ക്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, മെഡിക്കൽ ഡേറ്റ ഒക്കെ ഇതിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് പേഷ്യൻ്റ് മെഡിക്കൽ ഡേറ്റ അവരുടെ കൺസേൺ ഇല്ലാണ്ട് ഷെയർ ചെയ്യുന്നത് എന്താണ്? ഇൻഫർമേഷണൽ പ്രൈവസി വയലേഷനാണ്. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷണൽ പ്രൈവസി ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഡിസ്ക്രിമിനേഷൻ, ഫിനാൻഷ്യൽ ലോസിനൊക്കെ കാരണമാകും. സോ നമ്മുടെ മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റി പ്രൈവസി. കമ്മ്യൂണിറ്റി പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി, നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ട് ആൾക്കാർ തമ്മിൽ മിണ്ടുന്നതിൻ്റെ അവരെന്താ മിണ്ടുന്നതെന്ന് മൂന്നാമതൊരാൾക്ക് എന്താ പറയുക അറിയാൻ പറ്റില്ല. അതിനെയാണ് കമ്മ്യൂണിക്കേഷണൽ പ്രൈവസി എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് മെസ്സേജസ് ആൻഡ് കോൺവെർസേഷൻസ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസും സർവെയിലൻസും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോൺ കോൾസ്, ഇമെയിൽസ്, മെസ്സേജസ് ലൈക്ക് വാട്സപ്പ്, ടെലിഗ്രാം, വീഡിയോസ് ആൻഡ് വോയിസ് കോൾസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇതിനൊരു എക്സാമ്പിൾ, intercepting or reading someone's private message without permission അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രൈവസീനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സർവെയിലൻസ് ഒരു ഡേറ്റ can expose personal conversation and sensitive information.
ടെറസ്ട്രിയൽ പ്രൈവസി എന്ന് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ സ്പേസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒക്കേർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽസ് ഫ്രം അൺവാണ്ടഡ് ഇൻട്രൂഷൻ ഇൻ ടു ദെയർ ലിവിങ് ഓർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അവരുടെ ലിവിങ് അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തൊക്കെ എൻക്ലൂഡ് ചെയ്യണം? ഹോംസ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഹോംസ്, ഓഫീസ് ക്യാബിൻസ്, പേഴ്സണൽ വർക്ക് സ്പേസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. Installing CCTV cameras inside private homes without concern violates terrestrial privacy. Excessive monitoring can create discomfort and reduce personal freedom. ഫ്രീഡം കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് എന്താണ് നമ്മുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൈവസി എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർമേഷണലും കമ്മ്യൂണിക്കേഷണൽ പ്രൈവസിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ഓൺലൈൻ എൻവയോൺമെൻറ്റിലാണ് ഒബ്വിയസ്ലി ഇത് മെയിനായിട്ട് വരുന്നത്. ഇതെന്താ ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിൻ്റെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയും ഓൺലൈൻ ബിഹേവിയറും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൈവസി എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഡിഗ്രീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, ബ്രൗസിംഗ് ഹിസ്റ്ററി, സെർച്ച് ക്വയറീസ്, ലൊക്കേഷൻ ഡേറ്റ ഫ്രം സ്മാർട്ട് ഫോൺ, ഇതൊക്കെ ഇതിൽ വരുന്നത്. ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ട്രേസിങ് യുവർ യൂസേഴ്സ്, ഓൺലൈൻ ബിഹേവിയർ ഫോർ ടാർഗറ്റിംഗ്. ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രോപ്പർ കൺസേൺ ഇല്ലാണ്ട് എടുക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എത്തിക്കൽ. ഡിജിറ്റൽ പ്രൊഫൈലിംഗ് ക്യാൻ ബി ഇത് കാരണം കൊണ്ട് മാനിപ്പുലേഷൻ, ഡിസ്ക്രിമിനേഷൻ, സർവെയിലൻസിനൊക്കെ കാരണമാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് പ്രൈവസിയുടെ റിലേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഡിഗ്രി ഓഫ് പ്രൈവസി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു ഏരിയയിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയസിൽ അത് ഓട്ടോമാറ്റിക്കലി എഫക്റ്റഡ് ആവും. ഓക്കെ, അതാണ് പറയുന്നത്. ബ്രീച്ചസ് ഓഫ് ഇൻഫർമേഷൻ പ്രൈവസി ക്യാൻ അഫക്റ്റ് ഡിജിറ്റൽ പ്രൈവസി. ഓക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വന്നാൽ പേഴ്സണൽ ഇൻഫർമേഷൻ എഫക്റ്റ് ആവില്ലേ? പേഴ്സണൽ ഇൻഫർമേഷൻ പ്രശ്നമായി കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ പ്രൈവസി എന്ന് പറയുന്നത് ഹോളിസ്റ്റിക്കലി എല്ലാ ഡയമെൻഷനും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മോഡേൺ പ്രൈവസി റിസ്കുകൾ എന്തൊക്കെയാണ്? ഇതെന്ന് പറയുന്നത് മോഡേൺ പ്രൈവസി റിസ്ക് ഇപ്പോൾ പറയുന്നത് ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജീസിൻ്റെ റാപ്പിഡ് ഗ്രോത്ത്, നെറ്റ്വർക്ക് സർവീസസ്, AI, അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ഡേറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ കാരണം കൊണ്ടാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. പേഴ്സണൽ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒക്കേഷണലി അല്ല ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. പകരം ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഡെയിലി ഡിജിറ്റൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ്ലി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസ്ക് എന്ന് പറയുന്നത് ത്രെറ്റൻ ഇൻഡിവിജ്വൽ ഫ്രീഡം, അതേപോലെ തന്നെ ഡിഗ്നിറ്റി, അവരുടെ കൺട്രോൾ, അവരുടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ അവർക്കൊരു കൺട്രോൾ ഇല്ലാത്ത മാതിരിയാണ് ഈ മോഡേൺ എറയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സസീവായിട്ട് അൺനെസസറി ഡേറ്റ കളക്ഷൻ നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. അതായത്